വെൽക്കം ടു ലിസ്ബത്ത് വെൽ. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ചുവന്നുള്ളി, വെളുത്തുള്ളി, സവോള ഇതെങ്ങനെ പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഇതിലും നല്ലൊരു മാർഗ്ഗം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗ്ഗമാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. ആദ്യം നമുക്ക് ചുവന്നുള്ളി എടുക്കാം. ചുവന്നുള്ളി എടുത്തിട്ട് അതിൻ്റെ രണ്ടറ്റവും ഒന്ന് കുറച്ച് കട്ട് ചെയ്യണം. ഇപ്പോൾ നമുക്കറിയാലോ ചുവന്നുള്ളി എപ്പോഴൊക്കെയാണ് നമുക്ക് ആവശ്യം വരുന്നത്, കുറച്ച് അധികമൊക്കെ നമുക്ക് ചെയ്യേണ്ടി വരുമല്ലോ. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ കുറച്ച് നേരത്തെ തന്നെ ഇതുപോലെ ശരിയാക്കണം. ഇങ്ങനെ രണ്ടറ്റവും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ല ചൂടുവെള്ളത്തിൽ ഇട്ട് വയ്ക്കണം. നല്ല ചൂടെന്ന് പറഞ്ഞാൽ നമ്മുടെ കൈ പൊള്ളരുത്, ആ ഒരു പാകത്തിനുള്ളത് ചൂടിൽ നമ്മൾ ഈ രണ്ടറ്റവും കട്ട് ചെയ്തിട്ട് അതിൽ വെള്ളം ഒഴിച്ച് വയ്ക്കുക. ഒരു അരമണിക്കൂർ മിനിമം വയ്ക്കണം. അരമണിക്കൂർ, ഒരു മണിക്കൂർ എത്തെങ്കിലും ആയാലും കുഴപ്പമില്ല. എത്ര മണിക്കൂർ കിടന്നാലും കുഴപ്പമൊന്നുമില്ല. അത് നമ്മുടെ സമയം അനുസരിച്ചിട്ട് നമ്മൾ ചെയ്യുക. ചുവന്നുള്ളി കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി വെളുത്തുള്ളി എടുക്കുക. വെളുത്തുള്ളി എടുത്തിട്ട് നമ്മൾ വെയിറ്റുള്ള എന്തെങ്കിലും ഒരു സാധനം എടുക്കണം. ഞാനിപ്പോൾ ഇടികല്ലാണ് എടുക്കണത്. ഇടികല്ലോ ചിറ്റിയോ അങ്ങനെ എന്തായാലും കുഴപ്പമില്ല. എന്നിട്ട് ഉള്ളിയുടെ ഇവിടെ ഇങ്ങനെ നമ്മൾ നന്നായിട്ടൊന്ന് ഇടിച്ചു കൊടുക്കുമ്പം അതങ്ങോട്ട് അല്ലികളെല്ലാം ഇങ്ങനെ പെട്ടെന്ന് തന്നെ വേർതിരിഞ്ഞ് കിട്ടും. അങ്ങനെ ഇടിക്കുമ്പോൾ തന്നെ കുറച്ച് തൊലി അപ്പം തന്നെ പോയിക്കോളും. എന്നിട്ട് ഇതുപോലെ എല്ലാ ഉള്ളികളും എന്തോരം ആവശ്യമുണ്ടോ അത്രയും ഉള്ളി നമ്മൾ ഇതുപോലെ ആദ്യം ഒന്നിങ്ങനെ അടർത്തിയെടുക്കണം. അതും പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കേട്ടോ. ഇപ്പോൾ വെളുത്തുള്ളിയെല്ലാം ഞാൻ അടർത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതും നല്ല ചൂട് തന്നെ വേണം കേട്ടോ. എന്ന് കരുതി തിളച്ച വെള്ളമൊന്നും ഒഴിക്കരുത് കേട്ടോ. അങ്ങനെയൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ ഉള്ളി വെന്ത് പോകും. അത്രയും ചൂട് ഒഴിക്കരുത്. ഇനി ഇത് മാറ്റി വയ്ക്കാം. മിനിമം അരമണിക്കൂർ വയ്ക്കുക. ഞാൻ 1 മണിക്കൂർ വരെ വയ്ക്കുന്നുണ്ട്. ഇനി സവോള എടുക്കാം. സവോള എടുത്തിട്ട് നമ്മൾ ആ വേരുള്ള ഭാഗം അടിയിലാക്കി വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്യാം. 4ആയിട്ട് കട്ട് ചെയ്യണം. കട്ട് ചെയ്തതിന് ശേഷം ഇപ്പം നമ്മൾ തീരുമാനിക്കുക ഇതിൻ്റെ ഒരു ലെയറാണ് എടുക്കേണ്ടത്, അതേ 2 ലെയർ പൊളിച്ച് കളയണമെന്നുള്ളത്. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ ആ ലെയറിൽ പിടിക്കുക. ജസ്റ്റ് ഒന്ന് പുറത്തിലേക്ക് ആക്കിയാൽ മതി. പെട്ടെന്ന് തന്നെ അതിൻ്റെ തൊലി ഇളകി വരും. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവുമല്ലോ എന്ത് എളുപ്പമാണ് നോക്ക്. അല്ലെങ്കിൽ നമ്മൾ എത്ര സമയം എടുത്തിട്ടാണ് ഇതിൻ്റെ സ്കിന്നൊക്കെ കളയുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഇതുപോലെ പൊളിച്ചെടുക്കാവുന്നതാണ്. പിന്നെ അരിയണ സമയത്ത് മാത്രം നമ്മൾ അതിൻ്റെ ഒരു സൈഡ് കട്ട് ചെയ്യുക. ആ വേരുള്ള ഭാഗം അവിടെ നിർത്തിക്കൊണ്ട് തന്നെ അരിയണം. അരിഞ്ഞ് കഴിഞ്ഞ് ലാസ്റ്റ് മാത്രം അത് നമ്മൾ കളഞ്ഞാൽ മതി. അതാണ് എളുപ്പം. ഉള്ളി കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഈ വേരുള്ള ഭാഗം അടിയിലാക്കി വെച്ചിട്ടേ കട്ട് ചെയ്യാവുള്ളൂ. നമ്മളിപ്പോൾ ഉള്ളി കട്ട് ചെയ്തിട്ടാണല്ലോ അതിൻ്റെ സ്കിന്ന് കളയുന്നത്. അപ്പോൾ അതിന് ശേഷം മാത്രമേ നമുക്കിത് കഴുകാൻ പറ്റുള്ളൂ. അതുതന്നെയല്ല, അങ്ങനെ കഴുകേണ്ട കുഴപ്പമൊന്നുമില്ല. കാരണം ഇങ്ങനെ കട്ട് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മൾ പല അഴുക്കും കാണുന്നത്. അപ്പോൾ അഴുക്കൊക്കെ വൃത്തിയായിട്ട് കഴുകി കളയാനും ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. ഇങ്ങനെ മുറിച്ചിട്ട് ഉള്ളി നമ്മൾ കഴുകുന്നതുകൊണ്ട് അരിയുന്ന സമയത്ത് നമ്മുടെ കണ്ണിൽ നിന്ന് വെള്ളം അധികം വരില്ല. ഇപ്പോൾ ഉള്ളി പൊളിക്കാനായിട്ട് പലർക്കും മടിയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്ക്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാവും. ഉള്ളി വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഇപ്പോൾ 1 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് നോക്കാം. ഇനി വെള്ളത്തിലിട്ടിരുന്ന ഉള്ളി നമ്മളൊരു ബൗളിലേക്ക് എടുത്ത് മാറ്റുക. അതിനുശേഷം കൈ വെച്ച് നന്നായിട്ടൊന്ന് ഞരടി കൊടുക്കുക. ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. ഇനി കയ്യിൽ ഗ്ലൗസൊക്കെ മാറ്റിയതിന് ശേഷം നമുക്ക് ഉള്ളി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇപ്പോൾ ക്ലീൻ ചെയ്യാൻ കാര്യമായിട്ടൊന്നുമില്ല, മിക്കവാറും ഇതിൻ്റെ തോലെല്ലാം പോയി ഇരിക്കുകയാണ്. എന്നാലും വേണമെങ്കിൽ കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ കൈകൊണ്ടോ പെട്ടെന്നൊന്ന് പൊളിക്കുമ്പോഴത്തേക്ക് ആ സ്കിന്ന് പെട്ടെന്ന് തന്നെ ഇങ്ങ് പൊളിഞ്ഞു പോരും. ഇതിപ്പോൾ പകുതി എണ്ണത്തിൻ്റെ സ്കിന്ന് പോയേ ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ പെറുക്കി അങ്ങ് എടുത്തിട്ടാൽ മതി. ഇനിയിപ്പോൾ ഒരു കത്തി ഉപയോഗിച്ചിട്ട് നമ്മൾ ഒന്ന് കട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ സ്കിന്നിങ് ഇളകിപ്പോരും. ഓൾറെഡി ഇത് ഇളകിയിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഇപ്പം വെളുത്തുള്ളി ഈ ക്ലീനാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ചുവന്നുള്ളി ക്ലീൻ ചെയ്യാം. ചുവന്നുള്ളി വെള്ളത്തിൽ നിന്ന് വാരി ഒരു ബോളിലിട്ട് നല്ലതുപോലെ ഞരടി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ വെളുത്തുള്ളിയുടെ അത്രയും സ്കിന്നൊന്നും പോയിട്ടുണ്ടാവില്ല കേട്ടോ. അത് കത്തി ഉപയോഗിച്ചിട്ട് പതുക്കെ ഒന്ന് തോല് കളയായിരിക്കും എളുപ്പം. പെട്ടെന്ന് തന്നെ ഇങ്ങ് പൊളിഞ്ഞ് കിട്ടും. വെളുത്തുള്ളി ഇളകി പോകുന്നതിൻ്റെ അത്ര ഇത് ഇളകി അങ്ങ് പോരില്ല കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ഇതൊന്ന്
ഞരടി കൊടുക്കണം. വെളുത്തുള്ളിയിലും കുറച്ചും കൂടി ഒരു കട്ടിയുണ്ട് ഇതിൻ്റെ സ്കിന്നിന്, അതുകൊണ്ട് ഒരു കത്തി എടുക്കുന്നതായിരിക്കും നല്ലത്. എന്നാലും കുറേ തൊലി പോയി കിടക്കുന്നുണ്ട് കേട്ടോ. പതുക്കെ കണ്ടോ, നല്ല എളുപ്പമുണ്ട്. ആ കത്തി വെച്ചിട്ട് പതുക്കെ ഒന്ന് ടച്ച് ചെയ്താൽ മതി, അപ്പോഴത്തേക്ക് ഇതങ്ങ് പൊളിഞ്ഞു പോകുന്നോളും. കണ്ടോ, വളരെ ഈസി ആയിട്ട് തൊണ്ട് പൊളിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒരിക്കലെങ്കിലും നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ എങ്ങനെയുണ്ടെന്നുള്ളതേ. അപ്പോൾ എന്തായാലും നല്ല ഈസി ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതിന് ഏറ്റവും എളുപ്പമായിട്ട് ഗുണം തോന്നുന്നത് നമ്മുടെ കണ്ണിൽ നിന്ന് ഒട്ടും വെള്ളം വരത്തില്ല. ഇതുപോലെ വെള്ളത്തിലൊക്കെ ഇട്ട് എടുക്കുന്നതുകൊണ്ട് അത് തന്നെയല്ല നല്ല ഈസിയാണ്. ഇതിപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. അല്ലെങ്കിൽ ശരിക്കും ചുവന്നുള്ളി തൊഴിൽ കളയാനൊക്കെ എനിക്ക് ഇഷ്ടമേ അല്ല. അപ്പോൾ ഈയിടെ ഇത് പഠിച്ച പിന്നെ ഞാനിപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ തോലൊക്കെ കളയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇനിയിപ്പോൾ ചെറിയ ഉള്ളിയൊക്കെ കറികളിലിടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നല്ല എളുപ്പമുണ്ടല്ലോ. ഇനിയിപ്പോൾ ഉള്ളിത്തീയിൽ വെക്കണമെങ്കിലോ ഏത് കറിക്ക് വേണമെങ്കിലും നമുക്ക് നല്ല എളുപ്പമാണ് ഇത് പൊളിച്ച് കിട്ടാനായിട്ട്. ഇപ്പോൾ പലരും മടിക്കണ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ തോല് പൊളിക്കണ കാര്യം ഓർക്കുമ്പോഴത്തേക്കും മടിയാണ് അങ്ങോട്ട്. അപ്പോൾ എന്തായാലും ഈ മടിയുള്ളവരൊന്നും ഇനി വിഷമിക്കണ്ട, ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്ത് എളുപ്പമായിട്ടാണ് ഞാൻ പൊളിച്ചെടുക്കുന്നതെന്ന് നോക്കാം. അങ്ങനെ ഉള്ളികളെല്ലാം ക്ലീനാക്കി കഴിഞ്ഞു കണ്ടോ, നല്ല എളുപ്പമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണണം, സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബായ്.